ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നത് മുതൽ കേരളത്തിൽ വലിയ വലിയ ചർച്ചകളും രാഷ്ട്രീയ സംവാദങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടക്കുകയാണ്. സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുന്നത് അതിനൊരു അടിസ്ഥാനം ഒരു ഹർജിയാണ്. അതിൽ വിവിധ സർക്കാരുകളോട് വിവിധ ഏജൻസികളോട് അവരുടെ അഭിപ്രായം ചോദിച്ചു. കേരള ഗവൺമെൻറ്, അന്നത്തെ കേരള ഗവൺമെൻറ്, ഇന്നത്തെ ഗവൺമെൻറ്, പഴയ ഗവൺമെൻറ്, ഒന്നാം പിണറായി സർക്കാർ വളരെ കൃത്യമായി യുവതീ പ്രവേശനം ഈ സർക്കാർ എതിർക്കുന്നില്ല അല്ലെങ്കിൽ അനുകൂലിക്കുന്നു എന്നൊരു അഫിഡവിറ്റ് കൊടുക്കുന്നു. അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാർ അത് വേണ്ട എന്നാണ് കൊടുത്തിരുന്നത്. യുവതീ പ്രവേശനം ഞങ്ങൾ സമ്മതമല്ല എന്ന് കൊടുത്തിരുന്ന അഫിഡവിറ്റ് മാറ്റി കൊടുക്കുന്നു. ആ അഫിഡവിറ്റിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ആ കേസിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നു. ആ വിധി പ്രായം നോക്കാതെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ശബരിമലയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്താം അല്ലെങ്കിൽ പോവാം എന്നാണ്. ഇത് വലിയ തോതിലുള്ള ചർച്ച ഉണ്ടാക്കി. ശബരിമലയിലെ ആചാരം എന്ന് പറഞ്ഞാൽ എത്ര കാലത്തെയാണെന്ന് എനിക്കറിയില്ല. ആചാരപ്രകാരം സാധാരണ യുവതികൾ എന്ന് പറയുന്ന 50-55 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ, 10 വയസ്സിന് മീതെയുള്ളവർ, അവരൊരിക്കലും ശബരിമലയിൽ ദർശനം നടത്താൻ പോകാൻ പാടില്ല. എൻ്റെ ആചാരം വിശ്വാസമൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ വിധി വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാവുകയും അതൊരു രാഷ്ട്രീയ പ്രശ്നമാവുകയും ഈ വിധി നടപ്പാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ മെഷീനറി ഉപയോഗിക്കുകയും വിധി തടയുന്നതിന് വേണ്ടി BJPയും സംഘപരിവാറും അവരുടെ ശ്രമവും ഇതിൻ്റെ വലിയ പ്രചരണപരമായി UDFും രംഗത്ത് വന്നു. ഇതിൻ്റെ പ്രചരണം നടത്തിയത് UDFും ഒരുപക്ഷെ അക്രമം നടത്താനും തടയാനും ഒക്കെ നിന്നത് NSS തുടക്കം മുതലെടുത്തൊരു നിലപാട് ഇക്കാര്യത്തിൽ ആചാര സംരക്ഷണം വേണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ല. അത് വലിയ വിഷയമായി 2019 അത് വലിയ തോതിൽ LDF സർക്കാരിനെതിരായിട്ട് വന്നു. അത് കഴിഞ്ഞ് അത് വലിയ തോതിൽ ഒരു വിഭാഗം സമരം നടത്താൻ തുടങ്ങി. അതിനെ കൗണ്ടർ ചെയ്യാൻ അവിടെയാണ് രണ്ടാമത്തെ പ്രശ്നം. ഇത് സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞ് സർക്കാർ ഇരുന്നിരുന്നെങ്കിൽ കുറേയെങ്കിലും ചെയ്യാൻ. അങ്ങനെയല്ല. യുവതീ പ്രവേശനം ശരിയാണെന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി വലിയ തോതിൽ എഫർട്ട് ഇടതുപക്ഷം എടുത്തു. ഞാൻ എഫർട്ടിനെ തള്ളിക്കളയുന്ന ആളല്ല. യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് പൗരാവകാശത്തിൻ്റെ ഒരു പ്രശ്നമാണ്, മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ന പ്രായം നോക്കി സ്ത്രീ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ചോദ്യമൊന്നും പറഞ്ഞ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറെ വിഷയം. എൻ്റെ വ്യക്തിപരമായ വിശ്വാസം പോട്ടെ. ഇടതുപക്ഷ രാഷ്ട്രീയം അതാണെന്ന് തന്നെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. പക്ഷേ അന്ന് ഇടതുപക്ഷം വളരെ ശക്തമായി അതിനെ ഡിഫെൻഡ് ചെയ്യുകയും നവോത്ഥാനം മതിലുണ്ടാക്കുകയും വനിതാ മതിലുണ്ടാക്കുകയും നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ചെയർമാനായിരിക്കുകയും മുഖ്യമന്ത്രി അതിൻ്റെ രക്ഷാധികാരിയൊക്കെ ആയിരിക്കുകയൊക്കെ ചെയ്തൊരു സംഗതിയുണ്ട്. പുന്നല ശ്രീകുമാറും അതുപോലെയുള്ള ആളുകൾ. അപ്പോൾ പ്രശ്നം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് എന്താണ് ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്ന് അന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് UDFും BJPയും NSSും അടക്കമുള്ള ആളുകൾ. ഇതിൽ ആടി നിന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരിക്കുകയും ഇപ്പുറത്ത് വന്ന് യുവതീ പ്രവേശനത്തിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുകയും ചെയ്ത വളരെ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, ഇപ്പോൾ വീണ്ടും പ്രതിസന്ധി വന്നിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രതിസന്ധി എന്താ? സുപ്രീം കോടതി ഈ കേസ് എടുക്കുമ്പോൾ എന്തായിരിക്കും കേരള ഗവൺമെൻറ് കൊടുക്കേണ്ട അഫിഡവിറ്റ്? കേരള ഗവൺമെൻറ് ഇപ്പോൾ അഫിഡവിറ്റ് എന്ത് വേണേ അവർക്ക് കൊടുക്കാം. പഴയ അഫിഡവിറ്റ് അതേപോലെ തുടരാം, ഒരു വിരോധമില്ല. പക്ഷേ പഴയ അഫിഡവിറ്റ് അതുപോലെ തുടരാം എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുമോ? അത് സർക്കാർ പറയൂ. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് മാറ്റം, എല്ലാത്തിനും മാറ്റമുണ്ടല്ലോ എന്ന്. മാറ്റമല്ലാതെ മറ്റൊന്നും മാറ്റമില്ലാതില്ല എന്നാണല്ലോ. മാറ്റം മാത്രമേ മാറാതെ നിൽക്കൂ എന്ന് പറയുന്ന മാർക്സിയൻ ഐഡിയോളജി അനുസരിച്ച് അത് ശരിയുമാണ്. പക്ഷെ ഇവിടെ മാറുമ്പോൾ ഇപ്പോൾ യുവതീ പ്രവേശനത്തിന് ഞങ്ങൾ അനുകൂലമല്ല എന്ന് അഫിഡവിറ്റ് കേരള സർക്കാർ കൊടുത്താൽ അവർ ജനങ്ങളോട് വിശദീകരണം കൊടുക്കേണ്ടി വരും. അവരെ ന്യായീകരിച്ച് ഇവിടെ മതിൽ കെട്ടിയവരോടും പാട്ടുപാടിയവരോടും അല്ലെങ്കിൽ അതിനെ പിന്തുണച്ച ആളുകൾ, ഞാനടക്കമുള്ള ആളുകൾ, അവരോട് മാപ്പ് പറയേണ്ടി വരും. ആദ്യം ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിണറായി 3 വരാൻ വേണ്ടി ഞങ്ങൾ മാറ്റി എന്നൊന്നും പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമല്ലോ, ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. അപ്പം എന്ത് മാറ്റുമോ? മാറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് സത്യസന്ധമായി അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ട്രാൻസ്പെറൻ്റ് ആവേണ്ടത്. ഞങ്ങൾക്ക് അന്ന് വലിയൊരു തെറ്റ് പറ്റി, പറയട്ടെ. പക്ഷെ എന്ത് കണ്ട് തെറ്റി, ഇപ്പം എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് ചോദിച്ചതിന് ട്രാൻസ്പെറൻറ്റ് മറുപടി ഇല്ലെങ്കിൽ
വലിയ ചോദ്യം. ഞങ്ങൾക്ക് ഭരണം കിട്ടണം, അതുകൊണ്ട് ഞങ്ങൾ മാറ്റി. അപ്പം ഈ ഭരണം കിട്ടിയാൽ നിങ്ങൾ വീണ്ടും അങ്ങോട്ട് മാറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങളുടെ നിലപാട്? അപ്പോൾ തങ്ങളുടെ നിലപാട് എന്താണ് ശബരിമല വിഷയത്തിൽ നിന്ന് എന്ന് പറയാൻ കൃത്യമായും ഒരു അവസരമാണിത്. ഇവർ രഹസ്യമായി പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇവർ കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കറിയാം എല്ലാ വീട്ടിലും കയറി ഞങ്ങൾ ശബരിമല സ്ത്രീ കയറുന്നതിന് അനുകൂലമൊന്നും ആയിരുന്നില്ല എന്ന് വ്യക്തിപരമായി പറഞ്ഞ ആളുകളെയൊക്കെ എനിക്കറിയാം, പാർട്ടിക്കാർ. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തിന് അനുകൂലമാണ്, ഞങ്ങൾ ശബരിമല സ്ത്രീ കയറാൻ പാടില്ല എന്നുള്ളവരാണ്. പിന്നെ സുപ്രീം കോടതി ഒരു വിധി വിധിച്ചു. ശരിയാണ്, സുപ്രീം കോടതി വിധിയാണ്. പക്ഷേ സുപ്രീം കോടതി വിധിക്ക് ആധാരമായ സർക്കാരിന്റെ നിലപാട് എന്താണ്? സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രവേശനം തെറ്റാണ്, ഇതുവരെ പറഞ്ഞിട്ടില്ല. സഹോ പിണറായി വിജയൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ആഗോള അയ്യപ്പ സംഗമം എന്ന കോമാളിത്തരം നടത്തി ആചാര സംരക്ഷണം നടത്തുമെന്ന് പറഞ്ഞു. ഏത് ആചാരങ്ങളൊക്കെ സംരക്ഷിക്കുന്നവരാണ്? ഏത് ആചാരങ്ങൾ സംരക്ഷിക്കും? ഒരു ഇടതുപക്ഷം അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട്, ആചാരങ്ങൾ മാറ്റിക്കൊണ്ടാണ് കേരളം ഉണ്ടായത്. ശ്രീനാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും അടക്കമുള്ള ആളുകളെ തോട്ടിലെറിഞ്ഞിട്ട് വേണം ഇവർക്ക് ആചാര സംരക്ഷണം പറയാൻ. കാരണം എല്ലാ ആചാരങ്ങളും അനാചാരങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കേരളം മുമ്പോട്ട് പോയിട്ടുള്ളത്. ബ്രാഹ്മണന് മാത്രമേ പ്രതിഷ്ഠ നടത്താൻ കഴിവുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവന്റെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ശിവനെ പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ ഈഴവശം എന്ന് വിളിച്ചോളാം. അവിടെ തുടങ്ങുന്നു ഈ ആചാര ലംഘനം. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അമ്പലത്തിലെ ക്ഷേത്രപ്രവേശനം, അങ്ങനെ തുടങ്ങി നിരവധി ആചാരങ്ങൾ ലംഘിച്ചിട്ടാണ് ഈ അവസ്ഥ വരെ എത്തിയത്. ആ അവസ്ഥയിൽ അഭിമാനിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ഇടതുപക്ഷം. ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ്. അതാണ് ഗോവിന്ദ മാഷ് പറയേണ്ടത്. ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ്. അതിൻ്റെ ഒരു കാലത്ത് സ്വയം ലംഘിക്കപ്പെടും, അത് വരട്ടെ. പക്ഷെ ലംഘിക്കേണ്ട ഒരു ചാൻസ് വന്നാൽ, തെറ്റായൊരു ചാൻസ് വന്നാൽ അതിന് ഇടതുപക്ഷം നിലപാടെടുക്കണം. ഇടതുപക്ഷം അതിനെ പരിപോഷിപ്പിക്കുന്ന നിലപാടെടുക്കണോ? ഇടതുപക്ഷം അതിനെ തടയുന്ന നിലപാടെടുക്കണം. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും ആചാര സംരക്ഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ഭക്തന്റെ ലക്ഷണം ഭഗവത്ഗീത നോക്കി പ്രഖ്യാപിക്കുകയും ചെയ്ത നിലയ്ക്ക് ഇനിയിപ്പോൾ സത്യസന്ധമായ ആളുകളോട് പറയുക, അബദ്ധം പറ്റിയേട്ടാ, അന്ന് ഞങ്ങൾ അറിയാതെ കൊടുത്തു പോയതാണ്. ഞങ്ങൾക്ക് നവോത്ഥാനത്തിലൊന്നും വലിയ വിശ്വാസമില്ല. ഞങ്ങൾ ആചാര സംരക്ഷണത്തിൻ്റെ ആളുകളാണ്. നവോത്ഥാനം അതിലൊക്കെ ഞങ്ങൾ അന്ന് കിട്ടിയത് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റി എന്ന് പരസ്യമായി വീട്ടിൽ പോയി പറഞ്ഞാൽ പോരെ, വീട് കയറി പറഞ്ഞാൽ പോരെ, അഫിഡവിറ്റിൽ കൊടുക്കണം. കാരണം ഗവൺമെന്റിന്റെ നിലപാട് പറയാനുള്ള ഏറ്റവും പ്രധാന സ്ഥലം അഫിഡവിറ്റാണ്. ഇപ്പൊ ഇവർ ചെയ്യാൻ പോണ ഞാൻ വിചാരിക്കുന്നത് ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം കൂടുതൽ ചോദിക്കാൻ പോകുന്നു. എന്നുവെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാൻ, അതാണ് കാര്യം. അത് പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പോൾ അഫിഡവിറ്റാണ് വാലിഡ്. ഇപ്പോൾ അഫിഡവിറ്റ് എന്താ? ഇപ്പൊ സുപ്രീം കോടതിയിൽ കൊടുത്തില്ല അഫിഡവിറ്റ് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് സർക്കാർ എതിരല്ല എന്നാണ്, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കണം എന്നാണ്. അപ്പൊ ആ അഫിഡവിറ്റാണ് നിലനിൽക്കണേ. ഇനി മാറ്റുന്നവരെ, അപ്പൊ അഫിഡവിറ്റ് മാറ്റിയില്ലെങ്കിൽ സർക്കാരിന് പ്രതിസന്ധിയാവും എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇത് വലിയ വിഷയമായിട്ട് എടുക്കും, UDF BJP എടുക്കും. അവർക്ക് എടുക്കാൻ സ്വാഭാവികമായുണ്ടല്ലോ. സർക്കാർ നിലപാട് പറയണ്ടേ? സർക്കാർ ഒരു നിലപാട് പറഞ്ഞു, സുപ്രീം കോടതി വിധി കിട്ടി, സുപ്രീം കോടതിയിൽ പലരും അപ്പീൽ കൊടുത്തു. ആ അപ്പീലിൽ സർക്കാരിന്റെ നിലപാട് കൂടി വരണ്ടേ? സർക്കാർ ആ അപ്പീലിൽ എന്താ കൊടുത്തിട്ടുള്ളത്? സർക്കാർ കൊടുക്കുമോ? സർക്കാർ അതിൽ അപ്പീൽ പോവോ? NSS മറ്റ് സംഘടനകളും പലരും പോയിട്ടുണ്ട് അതിന്. പോവോ? അപ്പൊ ചോദ്യം NSSന്റെയോ അല്ലെങ്കിൽ MP ഗോവിന്ദന്റെയോ അല്ല, സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന ചോദ്യമാണ് മുമ്പിലുള്ളത്. അത് വീണ്ടും ഉഴപ്പിക്കളിക്കാനാണ് പോണെങ്കിൽ സർക്കാർ വലിയ ദോഷം ചെയ്യും. മാത്രമല്ല, ഈ സർക്കാർ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി മാറ്റി എന്ന് പറഞ്ഞാൽ നാളെ ഏത് ആചാരത്തിന് നേരെ കൈ ഉയർത്തിയാലും ഇടതുപക്ഷത്തിന് മിണ്ടാൻ കഴിയില്ല. അവിടെയാണ് പ്രശ്നം. തെറ്റായ ആചാരം വന്നാൽ ഇടതുപക്ഷത്തിന് മിണ്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഇടതുപക്ഷ നിലപാടെടുത്തുകൊണ്ട് ഉറച്ചു നിൽക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഗുണകരമാണെങ്കിൽ മാറ്റുന്നതിന് അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ മാറ്റിക്കോട്ടെ. പിന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞ പേരും വരച്ച് നാട്ടുകാരിലേക്ക്